ആയുർവേദ മരുന്നുകൾ കഴിച്ചാൽ ശരീരത്തിന് ദോഷം വരും എന്ന് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. എത്ര പേര് നന്നായിട്ടൊരു ശ്വാസം എടുക്കുന്നുണ്ട്? ഇത് ആയുർവേദം എന്ന ശാസ്ത്രം ശരിക്കും പറഞ്ഞാൽ പച്ചമരുന്നല്ല. ഞങ്ങൾ ഇതിനെല്ലാം മെർജ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര് തന്നെ ഹെർബലി ടച്ച്. ആ ഒരു ഹെർബൽ മെഡിസിൻസിനെ അന്താരാഷ്ട്ര തലത്തിലുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ ആദ്യം ചെയ്തത്. ചില മരുന്നുകൾ ഇപ്പോൾ ഈ ആയുർവേദമാണെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിലൊക്കെ ചിലർക്ക് ചെറിയ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും. എല്ലാ ഹെർബ്സിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഹെർബൽ മെഡിസിൻസിനെ ഉപയോഗിക്കുമ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങളും കൃത്യമായ മോണിറ്ററിങ്ങും ഇല്ലെങ്കിൽ പ്രശ്നം. ഹെർബലി ടച്ചിൻ്റെ ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്താൽ മതി. അവർ നിങ്ങളെ കൃത്യമായിട്ട് അഡ്വൈസ് ചെയ്യും. GMP സർട്ടിഫൈഡ് സ്ഥാപനമാണ് നമ്മളുടെ. ഒരു കുഞ്ഞു പോലും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിന് അടിപ്പെടരുത്, അല്ലെങ്കിൽ ഒരു ലിവർ ഡിസോർഡറിന് അടിപ്പെടരുത് എന്നുള്ള ഒരു എന്താ പറയുക ഒരു മിഷൻ 2 സ്റ്റാഫിൽ നിന്നും 2 കടമുറിയിൽ നിന്നും ഇന്ന് എത്തി നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് സ്റ്റേജ് എക്സ്പാൻഷൻ. ഞങ്ങളുടെ ബിസിനസ്സിൽ ഞങ്ങളെ ഈ വിജയത്തിലേക്ക് എത്തിച്ചത് ഒരു ഘടകം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ അതാ നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഒരുപാട് രോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുക നമ്മുടെ സമൂഹം മൊത്തത്തിൽ. ഒരു 10 പേരെടുത്ത് കഴിഞ്ഞാൽ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ രോഗം ഇല്ലാതിരിക്കില്ല. അത് പലരും പുറത്ത് പറയുന്നില്ല, പലരും ചികിത്സിക്കുന്നില്ല. കാരണം ചികിത്സ ചിലവ് ഓർത്തിട്ടായിരിക്കാം, പുറത്ത് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം. കണ്ടുവരുന്ന ഒരൊറ്റ പ്രവണത വന്നോടത്ത് വെച്ച് കാണാം, അവസാനം വീണ് കഴിയുമ്പോഴായിരിക്കും ഓരോരുത്തർ ആശുപത്രിയിലേക്ക് പോകുന്നത്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ വിളിച്ചു വരുത്തുന്ന അസുഖങ്ങളാണ്. എല്ലാവരുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാവും, ഇത്രയും വലിയ ചികിത്സാ രീതികളൊക്കെ മാറ്റി സമാധാനപരമായിട്ട് എന്തെങ്കിലും കുറച്ച് മെഡിസിൻ കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്ന് പല ചിന്തകളും എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ആശ്വാസമായിട്ട് ഇതാ ഒരു സ്ഥാപനമുണ്ട്. 5 വർഷം മുമ്പ് വെറും 2 കടമുറിയിൽ 2 സ്റ്റാഫായിട്ട് തുടങ്ങിയിട്ട് ഇന്ന് 500-ൽ കൂടുതൽ സ്റ്റാഫുകളും 12 ലക്ഷത്തോളം കസ്റ്റമേഴ്സും ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ആ സ്ഥാപനത്തിൻ്റെ വിജയമാണ്. അവർ നമുക്ക് തരുന്ന ആ പ്രൊഡക്ട്സിന് സത്യമുണ്ടെന്നുള്ളതാണ്. അതെ, അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ MD ആണ് നമ്മളോടൊപ്പം ഉള്ളത്. ഹെർബലി ടച്ച് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് ഹെർബലി ടച്ച് ആയുർവേദ പ്രൊഡക്ട്സ്. അതിൻ്റെ അമരക്കാരൻ നമ്മുടെ സ്വന്തം സാർ മുമ്പിലുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? നല്ല വിശേഷം. എന്തായാലും ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ കുറച്ചു നേരം നമ്മളൊപ്പം ഇരിക്കാൻ മനസ്സടിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമുക്ക് ഭയങ്കര പലരുടെ കാര്യങ്ങൾ അറിയുമ്പോൾ, നമ്മുടെ കൂടപ്പിറപ്പുകളുടെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ഈ അസുഖങ്ങളുടെ കാര്യം അറിയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. ഈ വിഷമം തോന്നാൻ കാരണം എന്ന് വെച്ചാൽ അവരെ നമ്മളോട് അത്രയും ക്ലോസ് ആയതുകൊണ്ടാണ്. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ ഹോസ്പിറ്റലിൽ പോകാൻ, മരുന്ന് മേടിക്കുക, ഇതിൽ എത്രത്തോളം ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്, ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇത്രയും ആളുകൾ ഏറ്റെടുത്ത ഒരു മെഡിസിൻ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഇത് ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ള ഒറ്റ ചിന്തയിലാണ് താങ്കൾ ഇവിടെ വിളിച്ചത്. എന്തായാലും സന്തോഷം, വളരെ സന്തോഷം. ഇപ്പോൾ ഹെർബലി ടച്ച് ഇതിപ്പോൾ 5 വർഷം മുമ്പല്ലേ നമ്മൾ? അതെ, കറക്റ്റ് 5 വർഷം മുമ്പാണ് ആരംഭിച്ചത്. ശരിക്കും 2020 ഡിസംബറിലാണ് നമ്മൾ തുടങ്ങുന്നത്. അതെ, ഇപ്പോൾ 2025 ഡിസംബർ കഴിഞ്ഞു. ജനുവരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും ഇങ്ങനൊരു സ്ഥാപനം എങ്ങനെയാണ് ഈ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിയത്? കറക്റ്റ്, അത് ഓൾറെഡി ഇപ്പോൾ ശ്രീനാഥ് തന്നെ പറഞ്ഞു. ഇപ്പോൾ അതായത് ഞാൻ ഒരു പ്രവാസിയാണ്. ശരിക്ക് 25 വയസ്സിൽ ഇവിടെ നിന്ന് പോയതാണ്. ഞാൻ ഏവിയേഷൻ ബാക്ക്ഗ്രൗണ്ടാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലുമായിട്ട് വർക്ക് ചെയ്ത് അതിനുശേഷം പുറത്തു പോയി ഖത്തറിലും യൂറോപ്പിലും ഒക്കെയായി വർക്ക് ചെയ്തിരുന്ന ഒരു ഡിഫൻസ് ഏവിയേഷൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണ് ഞാൻ. മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് ഏഷ്യൻ കൺട്രീസിൻ്റെ മൊത്തം ഒരു VP പൊസിഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രീതിയിൽ, നല്ല പ്രൊഫൈലിൽ, നല്ല കരിയറായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ ഒരു ജീവിതശൈലി രോഗം എന്നെ അങ്ങ് അറ്റാക്ക് ചെയ്തു. അതൊരു ഇത്തിരി സീരിയസ് ആയിട്ട് എന്നെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ആ സമയത്ത് കോവിഡിൻ്റെ പ്രശ്നങ്ങൾ നടക്കുക, മൊത്തം കോവിഡ് ലോകം മുഴുവൻ കീഴടക്കി നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഞാൻ 1-2 ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോൾ നമുക്ക് എന്താ പറയുക, വേണ്ടത്രൊരു കെയർ കിട്ടുന്നില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. കാരണം ഒന്ന് കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ്, പിന്നെ എല്ലാവരും പേടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അമ്മേശനായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ തന്നെ ഒരു ഫാമിലിയിൽ ഡിസ്റ്റന്റ് റിലേഷനിലാണ് നമുക്കൊരു ആയുർവേദ ഹോസ്പിറ്റലും ഫേമും എല്ലാം ഉണ്ട്. അപ്പം അമ്മ പറഞ്ഞു, നീ ഒരു കാര്യം അങ്കിളിനെ വിളിച്ച് സംസാരിക്കും, എന്നിട്ട് എന്താ വേണ്ടതെന്ന് നോക്കൂ എന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ സംസാരിക്കുകയും അവിടുന്ന് നമ്മുടെ നാട്ടിലെത്തി. നമ്മുടെ ശരിക്ക് ആയുർവേദ, ഇത് ഡോക്ടർമാരൊക്കെ ഉള്ള ഹോസ്പിറ്റലാണ്. അങ്ങനെ നമ്മൾ ഓൾറെഡി അത് ചികിത്സ എടുക്കുകയും നമ്മളുടെ ആയുർവേദ മരുന്നുകൾ, അങ്ങനെ എനിക്കപ്പോൾ ഒരു നല്ല ടൈം കിട്ടി. ഞാനൊരു 6 months അടുത്ത് എനിക്ക് ലീവ് കിട്ടി. അപ്പോൾ അങ്ങനെ ഞാനൊരു ലോങ് ലീവ് എടുത്ത് വന്ന് ചികിത്സിച്ച് എൻ്റെ അസുഖം ഞാൻ ആദ്യം മാറ്റി. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഈ ബിസിനസ്സിലേക്ക് വരാനായിട്ടുണ്ടായ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ആ ആ ഒരു വഴി ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ പല ബന്ധുക്കളും അല്ലെങ്കിൽ പല സുഹൃത്തുക്കളും ഇതുപോലെ പലരും ഇത് മൈൻഡ് ചെയ്യില്ല. നേരത്തെ പറഞ്ഞല്ലോ, ചിലർ പുറത്ത് പറയില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി സംഭവിക്കണം വെച്ചാൽ ഇത് ആരും മൈൻഡ് ചെയ്യില്ല. ഒരു ചെറിയ പ്രശ്നമല്ലേ, അത് മൈൻഡ് ചെയ്യണ്ട, അത് മാറിക്കോളും, അല്ലെങ്കിൽ അത് പിന്നെ സീരിയസ് ആകുമ്പോൾ നോക്കാം എന്ന് പറഞ്ഞ് വിടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ജീവിതം, ഇതിപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അതുപോലെ ബിസി ഷെഡ്യൂളിൽ പോയിരുന്ന ഒരാളാണ്. രാജ്യങ്ങൾ ടു രാജ്യങ്ങളും അല്ലെങ്കിൽ മീറ്റിങ്സ് ടു മീറ്റിങ്സ് പോയിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമ്മളൊന്ന് സ്റ്റോപ്പ് ആവാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത്. ശരിക്കും ആ ഒരു സ്റ്റോപ്പ് ആവാനുള്ള സാഹചര്യം ഉണ്ടാവാതെ നോക്കണമെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ശരിക്കും അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ. കാരണം ഞാൻ ചെയ്യാതിരുന്നൊരു കാര്യം ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ട്. നേരത്തെ ചെയ്യാതിരുന്നൊരു കാര്യം അത് എല്ലാവരും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ. അപ്പോൾ അതിന് ആദ്യത്തെ പടി എന്ന് പറയുന്നത് ശരിക്ക് നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അസുഖം എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിന് വേണ്ട മരുന്നെടുക്കുക. അപ്പോൾ ഹെർബൽ അല്ലെങ്കിൽ ആയുർവേദ മെഡിസിൻസിനെ ഞങ്ങൾ ഒന്നുകൂടി അതിനെ എന്താ പറയുക, ഒന്നുകൂടി ഒരു ക്വാളിറ്റി വൈസും അതുപോലെ ഇന്നത്തെ നൂതന സാങ്കേതിക സഹായങ്ങളുടെ സപ്പോർട്ടോടുകൂടി അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിലാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പം ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഹെർബൽ മെഡിസിൻസിനെ അന്താരാഷ്ട്ര തലത്തിലുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ ആദ്യം ചെയ്തത്. ഇപ്പോൾ നമ്മളുടെ മെഡിസിൻസ് ഓൾറെഡി യൂറോപ്പിലെ പല ലാബുകളിലും ഞാൻ ടെസ്റ്റിന് കൊടുത്തേക്കാണ്. നമ്മുടെ അടുത്ത ഇത് ഗ്ലോബൽ എക്സ്പാൻഷൻ എന്നുള്ള സ്റ്റേജിലേക്കാണ് ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാണ്. പിന്നെ പലപ്പോഴും എന്താ പറയുക, സംഭവിച്ചതാവാം, ഇല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാവാം. ആയുർവേദ മരുന്നുകൾ കഴിച്ചാൽ ശരീരത്തിന് ദോഷം വരും എന്ന് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. ഉണ്ടാവാം, ഇല്ല എന്നല്ല. പക്ഷെ ഗുണനിലവാരം ഉറപ്പുവരുത്തിയിട്ട് ഇപ്പം എനിക്ക് പരിചയമുള്ള യൂറോപ്യൻ കമ്പനികൾ തന്നെയുണ്ട് ഹെർബൽ മെഡിസിൻസ് വിൽക്കുന്നത്. 1-2 വർഷമല്ല, 50 വർഷമായിട്ട് വിൽക്കുന്ന കമ്പനികളുണ്ട്. കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. അതിന് ശരീരത്തിന് ഹാംഫുൾ അല്ലാത്ത രീതിയിൽ ഇതിനെ കറക്റ്റായിട്ട് നമ്മളുടെ മെഡിസിൻസിനെ റിസർച്ച് ചെയ്ത് ആ ക്വാളിറ്റി നിലവാരത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇന്ന് ലോകത്തിൽ നിലവിലുണ്ട്. ഞങ്ങളുടെ അടുത്ത വിഷൻ അതാണ്. നമ്മളുടെ ഈ എന്താ പറയുക, നമ്മളിപ്പോൾ GMP സർട്ടിഫൈഡ്, കേരളത്തിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ GMP സർട്ടിഫൈഡ് സ്ഥാപനമാണ് നമ്മളുടെ. അപ്പോൾ അതിനെ ഒന്നുകൂടി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ആ മെഡിസിൻസിൻ്റെ സർട്ടിഫിക്കേഷൻസ് നമ്മളുടെ മെഡിസിൻസിന് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈവൺ ഇനി വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇനീഷ്യലി തന്നെ ഇപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് റിസൾട്ടൊക്കെ വന്നു ഞങ്ങളുടെ. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഇതാണ്. ഈവൻ അവർ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വരെ തയ്യാറാണ്. അത്രയും വരെ ഓഫറുകൾ അവർ മുമ്പോട്ട്. അപ്പോൾ ആ മെഡിസിൻസിനെ അന്താരാഷ്ട്ര നിലവാരമുള്ള മെഡിസിൻസ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് മിഷൻ. 2, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 2 സ്റ്റാഫിൽ നിന്നും 2 കടമുറിയിൽ നിന്നും ഇന്ന് എത്തി നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് സ്റ്റേജ് എക്സ്പാൻഷൻ. ശരിക്ക് അടുത്ത തലമുറയിലുള്ള ഇത് ഇന്നത്തെ ചെറിയ കുട്ടികളോട് കഷായം കുടിക്കാൻ പറഞ്ഞാൽ അവർ കുടിക്കില്ല, അല്ലെങ്കിൽ അവരോടൊരു ചൂർണം കഴിക്കാൻ പറഞ്ഞാൽ അവർ കഴിക്കില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഇതിനെ ഒരു ക്യാപ്സൂളോ ടാബ്ലറ്റോ ഫോമിലേക്ക് ആക്കിക്കൊണ്ടുവരാം. അപ്പോൾ സാധാരണ സംഭവിക്കാൻ ചെയ്തതിൽ കെമിക്കൽ ആഡ് ചെയ്തിട്ടൊക്കെയാണ് പണ്ട് കാലത്ത് ഇതിനെ ക്യാപ്സൂളും അല്ലെങ്കിൽ ടാബ്ലറ്റ് ഫോമിലേക്ക് ആവുന്നത്. പക്ഷെ ഇന്നത്തെ നൂതന സാങ്കേതിക സംവിധാനങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നമ്മൾ യൂറോപ്യൻ ടെക്നോളജികൾ തന്നെയുണ്ട്. ഇപ്പം എന്താ പറയുക, വെജിറ്റബിൾ ഫാറ്റുകൾ അല്ലെങ്കിൽ അതുപോലുള്ള ടെക്നോളജി വഴി തന്നെ ഇതിനെ ടാബ്ലറ്റാക്കി മാറ്റാം. 100% ഹെർബലാക്കി തന്നെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അതിനുള്ള ഓപ്ഷൻസ് ഓൾറെഡി നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമും കൂടി നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് എന്താ പറയുക, 1.2 മില്യൺ അല്ല 1.2 ബില്യൺ ആളുകളിലേക്ക് എത്താനായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും ക്വാളിറ്റി, കാരണം വെച്ചാൽ ഒരു കുഞ്ഞു പോലും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിന് അടിപ്പെടരുത്, അല്ലെങ്കിൽ ഒരു ലിവർ ഡിസോർഡറിന് അടിപ്പെടരുത് എന്നുള്ള ഒരു എന്താ പറയുക ഒരു മിഷൻ ആണ് ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ അടുത്ത ടൈം ഇനി അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുക. തീർച്ചയായിട്ടും. ഇപ്പോൾ സാധാരണക്കാർക്കുള്ളിൽ തന്നെ ചില ചോദ്യങ്ങളുണ്ടാവും.
ഇത് മരുന്നാണ്, മെഡിസിനാണ് ഒരു രോഗത്തിന്. അത് ഇത്രയും ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയധികം ഹോസ്പിറ്റലുകളുണ്ട്, പല പല സജ്ജീകരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഒരു അസുഖം വരുമ്പോൾ നമ്മളൊരു മരുന്ന് മേടിച്ച് കഴിക്കുന്നത് അത് നമ്മുടെ ജീവനാണ്, നമ്മുടെ ശരീരമാണ്. അപ്പോൾ വളരെ ചിന്തിച്ചിട്ടായിരിക്കും. അപ്പോൾ ഒരു 5 വർഷം കൊണ്ട് നമ്മളൊരു സ്ഥാപനം തുടങ്ങുന്നു, വളരെ നല്ല രീതിയിൽ, വളരെ സന്തോഷം, ആളുകൾക്ക് ഭയങ്കര രസമായിട്ട് എത്തുന്നു, ആളുകളൊക്കെ നമുക്ക് നമ്മളെ വിശ്വാസം അർപ്പിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നു, അസുഖമൊക്കെ മാറ്റുന്നു. ഒരു ചോദ്യം, ഈ മരുന്ന് എവിടെ നിന്നാണ് തുടങ്ങിയത്? ഇത് എവിടെ നിന്ന്, ആരെ കണ്ടുപിടിച്ചത്? ഇത്രയും നല്ലൊരു സംഭവം നമ്മുടെ നാട്ടില്? ഇത് ശരിക്കും ആയുർവേദത്തിന്റെ നമ്മളുടെ അനന്ത സാധ്യതകളാണ് അതിന്റെ പിന്നിൽ നിൽക്കുന്നത്. അതായത് എല്ലാ സർട്ടിഫൈഡ് ആയുർവേദ സ്ഥാപനങ്ങളും നല്ല രീതിയിൽ തന്നെ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, നല്ല മരുന്നുകൾ തന്നെയാണ് അവർ വിൽക്കുന്നത്. പക്ഷെ ഒന്നുകൂടി ഇപ്പൊ ഞങ്ങളുടെ ഗുരു കാരണവന്മാര് എന്ന് തന്നെ പറയണം, അവര് കൂട്ടായി എടുത്ത ഒരു തീരുമാനങ്ങളും അവർ ഡെവലപ്പ് ചെയ്തെടുത്ത മരുന്നുകളുണ്ട് ഇതിൽ. ഇത് ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മാവന്മാർ മുതൽ വൈദ്യന്മാരായിരുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ, പഴയൊരു നായർ തറവാടാണ് ഞങ്ങൾ. അപ്പോൾ അതിൽ അങ്ങനെ വന്ന് ഇപ്പോഴത്തെ ഈ ജനറേഷനിലും ഞങ്ങൾക്ക് ഉപദേശങ്ങളുമായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ കാരണവന്മാരുണ്ട്, വൈദ്യം കൊണ്ടുവന്ന ആളുകളുടെ സപ്പോർട്ടോട് കൂടി ആധുനിക മൈക്രോബയോളജിസ്റ്റുകളും നമ്മളുടെ ഫാമിലിയിൽ തന്നെ ഉള്ള BAMSും MDയും MS കഴിഞ്ഞ ഡോക്ടേഴ്സും കൂടി ആലോചിച്ചാണ് നമ്മൾ ഈ മരുന്നുകളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതും ഇതിൻ്റെ ഫോർമുലേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതും. ഓൾറെഡി ഡെവലപ്പ് ചെയ്ത മരുന്നുകളിൽ തന്നെ ഗുണമേന്മ കൂട്ടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതും കറക്റ്റായിട്ടുള്ള ഒരു R&D, ഈവൻ വളരെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ലാബുകൾ തന്നെ നമുക്കുണ്ട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരും ഇതിന് തന്നെ ഒരു ലൈഫ് മിഷനായിട്ട് എടുത്തിരിക്കുന്ന ആളുകളാണ്. നിമിത്തമായിട്ട് ഞാൻ അതിൻ്റെ അമരത്തേക്ക് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്താ പറയുക, നമ്മളുടെ ഒരു മാനേജ്മെന്റ് സ്കില്ലും നമ്മളുടെ ഒരു ഓവർസീസ് എക്സ്പീരിയൻസുകളും ഈ ഗ്രൂപ്പിനെ, അതായത് വിഘടിച്ച് കടന്നിരുന്ന ചെറിയ ചെറിയ ഞങ്ങളുടെ ഫാമിലി ഓർഗനൈസേഷൻസിനെ ഞങ്ങൾ ഒരുമിപ്പിച്ച് ഒരു എന്താ പറയുക, ഒരു വിഷൻ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ള ദൗത്യം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ അവരെല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് നമ്മൾ നല്ലൊരു സ്ഥാപനമാക്കി ഇതിനെ മാറ്റാനായിട്ട് ഞാൻ പഠിച്ച എൻ്റെ മാസ്റ്റർ ഡിഗ്രീസും അതുപോലെ തന്നെയുള്ള എക്സ്പീരിയൻസും ഇതെല്ലാം ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ. ഒരു ഇതിൽ ഈ കാലഘട്ടത്തിൽ ഇപ്പം ഏറ്റവും നല്ലത്, ഇപ്പം നമ്മൾ പണ്ട് കാലത്ത് ഇപ്പം നമ്മുടെ മുത്തച്ഛന്മാരൊക്കെ ആണെങ്കിലും അവരെല്ലാവരും എന്ത് അസുഖം വന്നാലും ആദ്യം ആയുർവേദം അതായിരുന്നു നോക്കിയിരുന്നത്. പുതിയ ജനറേഷന് ആ ഒരു വിശ്വാസം ഇല്ല. പകുതി ഒരു വിശ്വാസത്തിനേക്കാൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമാണ്, ഇത് കഴിക്കാൻ ആർക്കും മനസ്സില്ല. കാരണം ഇപ്പോൾ ഒരു കഷായം എടുത്ത് കഴിക്കുമ്പോൾ അതിന് എന്താ പറയുക, ഇപ്പോൾ വളരെ ഓപ്പൺ ആയിട്ട് ചെറിയൊരു പുളിരസം ഉണ്ടാവാം, ചെറിയൊരു കയ്പുണ്ടാവാം, ചെറിയൊരു എരിവുണ്ടാവാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത രുചികളുണ്ട് ഇതിന്. ഈ രുചികൾ ഇന്നത്തെ കാലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൈഫ് സ്റ്റൈൽ എസ്പെഷ്യലി കുട്ടികൾ അല്ലെങ്കിൽ അടുത്തൊരു യൂത്ത് ജനറേഷൻ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. കാരണം ഒരു മോശം രുചിയാണെങ്കിൽ അത് വേണ്ട, അതെടുത്തോട്ടെ, എനിക്ക് വേണ്ട. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഈ അരിഷ്ടങ്ങൾ, കുപ്പികൾ, വലിയ ബോട്ടിൽസ്, ഇതെല്ലാവർക്കും ഒരു പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ശരിക്കും ഞാൻ പറഞ്ഞ ക്യാപ്സൂളിലേക്കും ടാബ്ലറ്റിലേക്കും ഓൾറെഡി മാറിക്കഴിഞ്ഞു കേട്ടോ. ഒരുപാട് സ്ഥാപനങ്ങൾ ഓൾറെഡി മാറിക്കഴിഞ്ഞു, നമ്മളും ആ പാതയിൽ തന്നെയാണ്. പക്ഷെ അവിടെ ഇപ്പോൾ ഈ ക്യാപ്സൂൾസ് ആണെങ്കിൽ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ക്യാപ്സൂൾസ് ആണെങ്കിലും ടാബ്ലറ്റ്സ് ആണെങ്കിലൊക്കെ ഇതിൽ മിക്സ് ചെയ്യുന്ന കെമിക്കൽ കണ്ടന്റുകളും ശ്രദ്ധിക്കണം. കാരണം എല്ലാം കെമിക്കൽസ് തന്നെയാണ് ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് ഒരു ടാബ്ലറ്റ് ആവണേ. പഴയ ടെക്നോളജി. പുതിയ ടെക്നോളജിയിൽ ഇതെല്ലാം നമുക്ക് ഈ ഓർഗാനിക് ആയിട്ട് തന്നെ ഹെർബലായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യാവുന്ന സംവിധാനങ്ങൾ അവൈലബിൾ ആണ് ഇപ്പോൾ. എന്താ പറയുക, ചിലപ്പോൾ ചെറിയൊരു പ്രൈസ് കൂടും ഇതിൽ, പക്ഷെ എന്നിരുന്നാലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ആ ആയുർവേദ ശാസ്ത്രം അല്ലെങ്കിൽ ഒരു ഹെർബൽ സയൻസ് ഇതിനെ കറക്റ്റായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാനും അതുവഴി അവർക്കൊരു റിസൾട്ടും കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത ജനറേഷൻ ഇത് പിന്തുടരും. അപ്പൊ ഈ ഒരു പാതയിൽ പോകുന്നതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം കൂടി ചെയ്തു. കാരണം ഇതെല്ലാവരും ശ്രദ്ധിക്കണമല്ലോ. അപ്പൊ ഞാനൊരു പുതിയൊരു കോൺസെപ്റ്റ് തന്നെ നമ്മൾ ലോഞ്ച് ചെയ്തു. അതിന്റെ പേരാണ് പഞ്ചധന്യം. ഇന്ത്യയിൽ ആ പേര് ഞങ്ങൾ ട്രേഡ് മാർക്ക് എടുത്തു ഓൾറെഡി. അതായത് പഞ്ചധന്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ പ്രോഗ്രാമാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ മരുന്ന് എന്നുള്ളത് ലാസ്റ്റ് സ്റ്റേജാണ്. അല്ലാതെ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളോ അല്ലെങ്കിൽ ഒരു അസുഖങ്ങളോ വരാതെ പോവാം എന്നുള്ളതാണ് അതിൽ വേറൊന്നുമില്ല. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ആഹാരം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്, പിന്നെ ഒരു മിതവ്യായാമം. ഇത് ഇന്ന് കുട്ടികൾക്ക് ഇല്ലാത്ത, നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് അടക്കം ഇല്ലാത്ത ഒരു പ്രശ്നങ്ങളാണ്
വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം മാറ്റി വെക്കുന്നില്ല. ഒരു മിതവ്യായാമം, ഒരു ചെറിയ സമയമെങ്കിലും ഒരു ദിവസം ഒരു അരമണിക്കൂർ എങ്കിലും വ്യായാമത്തിനായിട്ട് മാറ്റി വെക്കണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ശ്വസിക്കുന്നില്ല. അത് നമ്മൾ ചിന്തിച്ചാൽ നമുക്കറിയാൻ പറ്റും. ഒരു പ്രാണായാമം എന്നൊക്കെ പറയുമല്ലോ, അതൊരു എക്സസൈസൊക്കെ മാറ്റി വെക്കട്ടെ, എത്ര പേര് നന്നായിട്ടൊരു ശ്വാസം എടുക്കുന്നുണ്ട്, ഒരു ഫ്രഷ് എയർ ആര് ബ്രീത്ത് ചെയ്യുന്നുണ്ട്? ഒരു 10 ബ്രീത്ത് ആരെങ്കിലും ഒരു ഓപ്പൺ എയറിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഒരു ബാൽക്കണിയിൽ നിന്നിട്ട് ഒരു ദിവസം അതിന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ടോ? ഇല്ല. കാരണം നമ്മളുടെ ബ്രീത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ, നല്ല നല്ല ഫ്രഷ് ഓക്സിജൻ ചെന്ന് ആ ലങ്സിൽ വരുന്ന ഒരു എക്സ്പാൻഷൻ നമുക്ക് വളരെയധികം എനർജറ്റിക് ആക്കും നമ്മളെ. ഈവൻ നമ്മുടെ ചിന്താശക്തിയെ വരെ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നല്ലൊരു നല്ലൊരു ശ്വാസം എടുക്കുക, നല്ല ആഹാരം കഴിക്കുക, നല്ല കുറച്ച് എക്സസൈസ് ചെയ്യുക, പിന്നെന്താ, നന്നായിട്ട് ഉറങ്ങുക. ഇന്ന് ഉറങ്ങാത്ത കുട്ടികളുടെ എണ്ണമാണ് കൂടുതൽ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ 1.2 മില്യൺ ഞാൻ നിങ്ങളുടെ അടുത്ത് വെറുതെ പറയണതല്ല, അത് ഞങ്ങളുടെ കയ്യിൽ ഡാറ്റാബേസ് ഉള്ളതാണ്. കാരണം ആയുർവേദം നേരത്തെ പറഞ്ഞ പോലെ പലരും ആക്സെപ്റ്റ് ചെയ്യാത്തതും അല്ലെങ്കിൽ അംഗീകരിക്കാത്തതും ഇതിനൊരു പ്രോപ്പർ ഓതന്റിസിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ടാ. പക്ഷെ ഞാനതിനെ എന്താ പറയുക, ഇംഗ്ലീഷ് മെഡിസിനോ അല്ലെങ്കിൽ ഇതെല്ലാം പ്രാക്ടിക്കലി നമ്മൾ സെറ്റ് ചെയ്താണ് പോകുന്നത്. നമ്മൾ എവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് പോലെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് വരെ ഉള്ളത് എല്ലാം ട്രാക്കിംഗ് ആണ്. അതിനുവേണ്ടി ഞങ്ങളുടെ ഓൺ സോഫ്റ്റ്വെയർസ് തന്നെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കമ്പനിക്കകത്ത്. എല്ലാം നമ്മുടെ ഇൻഹൗസ് ആണ്. നമ്മളൊന്നും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് പുറത്തേക്ക് നമ്മൾ, കാരണം ഫാമിലി ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കസിൻസും എല്ലാവരും ഉള്ളിൽ തന്നെയുണ്ട്. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിലും IT ആണെങ്കിലൊക്കെ ചെയ്യുന്നത്. അപ്പം അതും ഞങ്ങൾക്കൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയി. പിന്നെ നമ്മുടെ സ്ഥാപനത്തിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്ഥാപനത്തിൽ അസോസിയേറ്റ് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതിലും 99% പെൺകുട്ടികളാണ്. അതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അടുത്ത ഹൈലൈറ്റ്. അതായത് 99% സ്ത്രീ ശാക്തീകരണം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തേക്കാണ്. അതുപോലെ തന്നെ എല്ലാവരും നമ്മൾ സ്ത്രീ ശാക്തീകരണം കൂടി അഡോപ്റ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തീരുമാനിച്ച കാര്യം, തുടക്കത്തിലേ തീരുമാനിച്ച കാര്യം. കാരണം ഞങ്ങളുടെ ഈ ഫാമിലി തന്നെ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, അതിൽ മൈക്രോബയോളജിസ്റ്റുകൾ, ഇവരെല്ലാവരും പെൺകുട്ടികളാണ്. അപ്പം സത്യം പറഞ്ഞാൽ അവർക്ക് വേണ്ടി ഞാനൊന്ന് സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ ഇതിൻ്റെ റിസൾട്ട് എന്താ പറയുക, എൻ്റെ ഒരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസും കൂടി നോക്കുമ്പോൾ ഒരു ഭയങ്കര എന്താ പറയുക ഡെഡിക്കേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ആത്മാർത്ഥത കൂടുതലാണെന്ന് ഞാൻ പറയും. നമ്മുടെ സ്ഥാപനത്തിനോടും അവരുടെ ജോലിയിലും ഒക്കെ ഉള്ള ഒരു ആത്മാർത്ഥത കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ അതും നമ്മൾ വളരാനായിട്ട് നമുക്കൊരു സാഹചര്യം. കാരണം അവര് എന്താ പറയാ, ഇപ്പൊ എല്ലാവരും നമ്മൾ ഒരു ഹിന്ദിക്കാരന് പോലും നമ്മുടെ കമ്പനി ഇല്ല. ഒക്കെ നമ്മുടെ നാട്ടിലുള്ള പിള്ളേരുകൾ തന്നെയാണ് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചില്ലേ, ഇപ്പൊ ഒരു പുതിയൊരു ജനറേഷൻ ആയുർവേദത്തിന് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ, നമ്മൾ അഡ്വാൻസ് ചിന്തിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടം അത്. എന്താണെങ്കിലും നമ്മളൊരു 10 വട്ടം ചിന്തിക്കും, അത് ആവശ്യത്തിനാണോ അനാവശ്യത്തിനാണോ എന്ന് വേറെ കാര്യം ചിന്തിക്കും കുറേ. അങ്ങനെ ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ പറയുന്നത് പച്ചമരുന്നും ഇംഗ്ലീഷ് മരുന്നും രണ്ടായി തിരിച്ചേക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് അതൊരു കാറ്റഗറി, പച്ചമരുന്നിനോടൊരു സ്നേഹമുണ്ട്, പക്ഷെ ആരും ഉപയോഗിക്കുന്നില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത്, ഇത്രയധികം ആൾക്കാരിലേക്ക് ഈ പച്ചമരുന്ന് എത്തണമെങ്കിൽ ഇത്രയധികം പച്ചമരുന്ന് നമ്മുടെ നാട്ടിലുണ്ടോ? ഇങ്ങനെയൊക്കെ കുറേ ചിന്തകൾ സാധാരണക്കാരുടെ ഉള്ളിലുള്ള പല ചോദ്യങ്ങളത്. അത് ഈ പച്ചമരുന്ന് എന്ന് പറയുന്നത് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ശാസ്ത്രശാഖയുടെ നിർഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പച്ചമരുന്നുകൾ അല്ലെങ്കിൽ ഇപ്പോൾ വെജിറ്റബിൾസ് പോലെ തന്നെ പച്ചക്കറികൾ, ഓക്കെ, അതുപോലെ തന്നെയാണ് പച്ചമരുന്നുകൾ. അതായത് ആയുർവേദം എന്ന ശാസ്ത്രം ശരിക്കും പറഞ്ഞാൽ പച്ചമരുന്നല്ല. അതായത് നമ്മളുടെ പ്രകൃതിയിലുള്ള ഔഷധ ചെടികളെ കറക്റ്റായിട്ടുള്ള വേയിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആയുർവേദ ശാസ്ത്രം പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു തുളസി ഇല ഒരു മരുന്നായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതിനെ പല വകഭേദങ്ങളിൽ ഒരിക്കലും ഒരു തുളസി ചെടി നമ്മളൊരു മരുന്നിലേക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് പല വകഭേദങ്ങളാണ്. അതുകൊണ്ട് വെറുതെ തുളസി ഇല കുറച്ച് കഴിക്കുകയല്ല, അതിനെ എന്താ പറയുക, ഇപ്പോൾ കഷായം വെച്ച് വറ്റിക്കും, അല്ലെങ്കിൽ ഉണക്കിപ്പൊടിക്കും, അല്ലെങ്കിൽ പുഴുങ്ങി അരയ്ക്കും. ഇങ്ങനെയൊക്കെയുള്ള പല, അതിന് വർഗീകരണം എന്നും പറയും. എന്താ പറയുക, ഓരോ മരുന്നിനനുസൃതമായിട്ട് ഇത് ചേരേണ്ട ക്വാണ്ടിറ്റിയും ഉണ്ട്. അതായത് ഇതിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന മെത്തേഡും ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു കഷായത്തിൽ ചിലപ്പോൾ പോവുക 10 ഗ്രാം തുളസി ആയിരിക്കും, പക്ഷെ നമ്മൾ ഡെയിലി തുളസി ഇല കുറച്ച് കഴിക്കുകയാണെങ്കിലോ, അതാണ് ഇതിൻ്റെ ദോഷം. അപ്പോൾ പച്ചമരുന്നുകളെ
ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് അതിനെ ഏത് രൂപത്തിൽ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് ആയുർവേദ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ ശരിക്കും പറഞ്ഞാൽ ദ്രവ്യഗുണ എന്ന് പറയും ആയുർവേദത്തിൽ. MD കഴിഞ്ഞ ഡോക്ടർമാരുണ്ട് അതിൽ. അവർ കൃത്യമായിട്ട് ഇത് പഠിക്കുന്നുണ്ട്. ഓരോ മരുന്നുകൾ എങ്ങനെ ഉപയോഗിക്കണം, ഇതിനെ ഓരോ ചെടികൾ അല്ലെങ്കിൽ ഓരോ പ്ലാന്റുകൾക്കും ചിലത് ഉണക്കിപ്പൊടിച്ചൊക്കെ വെച്ച് ശുദ്ധീകരിച്ച് അങ്ങനെ ഇതിന് ശുദ്ധി ചെയ്യുക എന്നാണ് ഇതിന് ശാസ്ത്രത്തിൽ പറയുക. അതിനെ പ്യൂരിഫൈ ചെയ്യാണ്. അതായത് അതിൻ്റെ ഉള്ളിലുള്ള വിഷാംശങ്ങളെ മുഴുവൻ മാറ്റുകയാണ്. ഇപ്പൊ നമ്മളൊക്കെ പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ടാവില്ലോ, ഇപ്പൊ ചേന ചേമ്പൊക്കെ നമ്മുടെ അമ്മമാരത് ഒരിക്കലും ഡയറക്റ്റ് നമുക്ക് കഴിക്കാൻ തരാറില്ല. ഒന്ന്. രണ്ട്, വെറുതെ പുഴുങ്ങി കഴിക്കുകയാണെങ്കിൽ തന്നെ അമ്മമാരെന്ത് ചെയ്യും, ഇത്തിരി ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് അത് ഊറ്റിക്കളയും ഇല്ലേ? അപ്പൊ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള മണ്ണിലെ വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ അതിന്റെ നന്മ മാത്രം നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ കിട്ടും. ഇതേ രീതി തന്നെയാണ് ഹെർബൽ സയൻസിലും. ഇനി എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പല ഹെർബൽ പ്ലാന്റുകളിൽ നിന്നുമുള്ള മെഡിസിനുകൾ മോഡേൺ മെഡിസിൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഹോമിയോ ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ പല തരത്തിലുള്ള എന്താ പറയുക, ഞാൻ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഒന്നുകൊണ്ട് ഇൻഫർമേഷൻ എനിക്കുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു പ്ലാന്റ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യണത്. അപ്പോൾ ആയുർവേദത്തിനെയും അല്ലെങ്കിൽ ഹെർബൽ സയൻസുകളെയും നമ്മൾ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്ത്, അതാണ് ഇപ്പം ന്യൂട്രാസ്യൂട്ടിക്കൽസ് അതിവേഗം വളർന്നു വരുന്ന ഒരു മേഖലയാണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ്. അപ്പൊ ഞങ്ങൾ ഇതിനെല്ലാം മെർജ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര് തന്നെ ഹെർബലി ടച്ച്. അതാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. തുടക്കത്തിലേ തന്നെ നമ്മൾ വളരെ ആലോചിച്ച് ഇട്ടൊരു പേരാണ്. അപ്പോൾ ഹെർബലി ടച്ച് എന്നുള്ളത് ഞങ്ങൾക്കൊരു വളരെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പം ഈ പഞ്ചധന്യം ലൈഫ് സ്റ്റൈലിലൂടെ കൊണ്ടുവരാവുന്ന മാക്സിമം അവയർനെസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ജയകുമാർ സാറ് അത് ലോഞ്ച് ചെയ്യാനുള്ള ഒരു അനുഗ്രഹമൊക്കെ നമുക്ക് കിട്ടി, ഷാർജ ബുക്ക് സ്റ്റോർ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ മെഡിസിൻസിനെ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ജനറേഷൻ ഉപയോഗിക്കുന്ന രീതിയിൽ, ഇന്നിപ്പോൾ ഒരു കുട്ടിക്കാണെങ്കിലും, ഇപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് നമ്മൾ പറയാണ്, മോനെ നിന്റെ അലർജി മാറാനായിട്ട് നീ ടാബ്ലറ്റ് കഴിക്കണം എന്ന് വെച്ചാൽ അവൻ ഈ പറഞ്ഞ 100 സംശയങ്ങളുണ്ടാവും. ഇതെന്താണ്, സർട്ടിഫൈഡ് ആണോ, അല്ലെങ്കിൽ ഇതിനേതെങ്കിലും ഒതൻറ്റിസിറ്റി ഉണ്ടോ, ഇതേത് കമ്പനിയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, എത്ര നാളായി ഇതിൻ്റെ റിസർച്ച് അല്ലേ? അപ്പോൾ നമ്മളിതെല്ലാം റെഡിയാക്കണം. ഇനി അതെല്ലാം സെറ്റ് ചെയ്ത് അതിനെ ഒരു ക്വാളിറ്റി മെഡിസിനാക്കി. കാരണം ഇന്ന് ഗൂഗിൾ ഓപ്പൺ ചെയ്താൽ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ പറയണം നമ്മുടെ മെഡിസിൻസിന് ലോകത്തിലെ 10 രാജ്യങ്ങളിലെ ഡ്രഗ് കൺട്രോൾ ബോർഡ് അപ്രൂവ് ചെയ്യുന്നുണ്ട്. ഗുഡ് അല്ലേ? അതാണല്ലോ ഇനി നമുക്ക് ഇനിയുള്ള കാലത്ത് അതേ ഉള്ളൂ. എത്ര നല്ല മരുന്ന്. പക്ഷെ ഞാൻ ഒന്നുകൂടി പറയും, ഞങ്ങൾ വിൽക്കുന്ന എല്ലാ മരുന്നുകളും, ഇപ്പം ഞാനടക്കം, ഇത് എനിക്ക് പൊതുവേ ഉള്ള ഞങ്ങളുടെ കമ്പനിയിൽ ഏത് ആദ്യം മരുന്നുണ്ടാക്കുകയാണെങ്കിലും ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന പറയാം. കാരണം നമുക്ക് അത്രയും ഉറപ്പുണ്ട്. കാരണം നമ്മുടെ കുടുംബത്ത് തന്നെ, നമ്മുടെ കുടുംബക്കാർ തന്നെ, നമ്മുടെ ബന്ധുമിത്രാദികൾ തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്യണതാണ്. കാരണം നമുക്ക് പുറത്തേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു ക്വാളിറ്റി നമ്മൾ അഷ്വേർഡ് ആണ് നമ്മുടെ മെഡിസിൻസ്. അത് ഞങ്ങളുടെ കമ്പനിയുടെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള മൂവ്മെന്റിൽ ഞങ്ങളൊരു 3 കാറ്റഗറി ആയിട്ട് ഇതിനെ പ്ലാൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്ന് പ്രഡിക്റ്റീവ് മെത്തേഡ്, പിന്നെ പ്രിവെൻറ്റീവ് മെത്തേഡ്, പിന്നെ പേഴ്സണലൈസ്ഡ് മെത്തേഡ്. ഇത് 3ഉമാണ് നമ്മുടെ അടുത്ത ഞങ്ങളുടെ എന്താ ഒരു 3 ട്രൈഡന്റ് എന്നുള്ള ഒരു ട്രൈഡന്റ് പോളിസി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് 3ലേക്കാണ് ഞങ്ങൾ ഇനി ഫോക്കസ് ചെയ്യുന്നത്. ഈ ക്വാളിറ്റിയും മെഡിസിൻസിൻ്റെ ഹിസ്റ്ററിയും ഇത്രയും ഓതൻറ്റിസിറ്റിയും സർട്ടിഫിക്കേഷൻസും എല്ലാം ഉണ്ടെങ്കിലും ദിസ് 3 ആർ അവർ ട്രൈഡന്റ് പ്ലാൻ. അതായത് പ്രഡിക്റ്റീവ് മെത്തേഡ്സിലും പ്രിവെൻറ്റീവ് മെത്തേഡ്സിലും പേഴ്സണലൈസ്ഡ് മെത്തേഡ്സിലുമായിട്ട് നമ്മൾ ഹെർബൽ മെഡിസിൻസിനെ ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് റിസൾട്ട് ഓറിയന്റഡ് ആയി എത്തിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. വെറുതെ ബിസിനസ് അല്ല, റിസൾട്ട് ഓറിയന്റഡ് ആയി തന്നെ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ മെഡിസിൻ നമ്മളൊരാൾക്ക് കൊടുത്താൽ നമ്മൾ വെറുതെ ഇരിക്കുകയല്ല, നമ്മൾ ആളെ വിളിച്ചു ചോദിക്കും, ചേട്ടാ ചേച്ചി കഴിച്ചോ, എങ്ങനെയുണ്ട്, ഫോളോ അപ്പ്, കൃത്യമായ ഫോളോ അപ്പിന് ഫാർമസിസ്റ്റുകളുണ്ട് നമുക്ക്. അതും കൂടി ചെയ്ത് അവർക്ക് അസുഖം മാറ്റിയെടുക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെ വരുന്നത്. അടിപൊളി. അപ്പോൾ ഇതൊക്കെ ആളുകൾക്കുള്ള വിശ്വാസം കൂടും. കാരണം നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ ഒരാൾ. അതുകൊണ്ടാണ് എക്സാമ്പിൾ ശ്രീനാഥ് നാളൊരു അസുഖത്തിന് നമ്മുടെ ഇന്ന് മരുന്ന് മേടിച്ചാൽ ശ്രീനാഥ് പറയും ഹെർബൽ ടച്ച് നിന്ന് മേടിച്ചാൽ കേട്ടോ, അവർ നമ്മുടെ കൂടെ ഉണ്ട്. എന്തെങ്കിലും ചെറിയ കാര്യം ഇപ്പം എല്ലാവർക്കും ചില മരുന്നുകൾ ഇപ്പം ഈ ആയുർവേദം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലൊക്കെ ചിലർക്ക് ചെറിയ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും. അവിടെ നമുക്ക് വേണ്ട എന്താ, ഇമ്മീഡിയറ്റ്ലി കോൾ വിളിച്ച ഒരു ഡോക്ടറെ കിട്ടണം.
അതിന് നമുക്ക് പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മുടെ ഡോക്ടേഴ്സ് വീഡിയോ ലൈവ് റെഡിയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അപ്രോച്ച് ചെയ്താൽ, അർജന്റ് കേസാണെങ്കിൽ 1 hourനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ കൺസൾട്ടേഷൻ കിട്ടും. ആളുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ കൂടെ ഉണ്ട്. അതെ അതെ, അത് അതിന് വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. അതെ അതെ. ഇപ്പൊ ഈ ഏറ്റവും കൂടുതൽ ഇപ്പൊ മെഡിസിനോട് വിരോധം വന്നു തുടങ്ങാൻ കാരണം തന്നെ പലരും പറയുന്നത് ഈ സൈഡ് എഫക്ട് എന്നുള്ള. ഈ സൈഡ് എഫക്ട് പറയുന്നത് കള്ളു കുടിച്ച് ലിവറൊക്കെ പോയിരിക്കുന്ന ആൾക്കാരായിരിക്കും. മരുന്ന് സ്ഥിരം കഴിക്കാൻ വയ്യില്ല, അത് സൈഡ് എഫക്റ്റ് എന്ന് പറയും. അപ്പൊ ആ ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വിശ്വാസങ്ങൾ കൂടുകയാണ് ഇപ്പൊ ഈ ജനറേഷന് കിട്ടുന്നത്. ഇനിയിപ്പോ വരുന്ന നമ്മുടെ ഇനി ഫ്യൂച്ചർ പരിപാടികളാണ് ഇപ്പൊ കുറച്ച് പറഞ്ഞത്. ഇനിയിപ്പോ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇപ്പൊ ഈ ഒരു ലിവറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് അസുഖങ്ങളുണ്ട്. പലരും ഇത് പുറത്ത് പറയും. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, പേടിച്ചിട്ട് പറയാത്തവരുണ്ട്, ലാസ്റ്റ് വന്നോടത്ത് വെച്ച് കാണാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പിന്നെ വേറൊരു കാറ്റഗറി കറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് സർജറി ഇതേപോലത്തെ വലിയ വലിയ ഇതിലേക്ക് പോകുന്നു. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ കത്തി വെച്ചതിന് ശേഷം ഒരു മാറ്റം നമ്മുടെ ശരീരത്തിൽ വരും. നമ്മൾ ഇതുവരെ ജീവിച്ചു പോകുന്ന പോലെ ആവില്ല, എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് വരും. മാക്സിമം അത് വരുത്താതിരിക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടവും ആഗ്രഹവും. അതിനെന്തെങ്കിലും ഒരു ഓപ്ഷൻ നമുക്കുണ്ടോ? അതായത് ഞാൻ എപ്പോഴും പറയുക, നമുക്ക് മരുന്ന് കഴിച്ച് മാറ്റാൻ പറ്റുന്ന സ്റ്റേജ് ഉണ്ട് ശരിക്കും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ശാസ്ത്രശാഖകളെ ഒന്നിനെയും കുറ്റം പറയാൻ ഞാൻ തയ്യാറില്ല. കാരണം ഇപ്പോൾ ഒരു പെട്ടെന്ന് നമ്മുടെ എന്താ പറയുക, നമ്മളൊരു ബൈക്കിന് പോകണു, നമുക്കൊരു ആക്സിഡന്റ് ഉണ്ടായി, നമ്മളവിടെ ഒരു ശാസ്ത്രശാഖ മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളത് ക്യൂർ ചെയ്യണം. എല്ലാ ശാസ്ത്രങ്ങളും നല്ലതാണ്, നല്ല രീതിയിൽ അത് ഉപയോഗിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. രണ്ടാമത്തെ കേസ്, ഇത് ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണെങ്കിൽ അത് നമുക്ക് വരാതെ നോക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രിവെന്റീവ് മെഡിസിൻസ് എന്ന് പറയുമ്പോൾ ഒരു അസുഖത്തിന്റെ മൂലകാരണം ചികിത്സിച്ച് മാറ്റിയെടുത്ത് അതിനെ എന്നേക്കുമായിട്ട് ക്യൂർ ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക. ചിലത് എന്നേക്കുമായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഇതുണ്ടാവും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ എന്താ പറയുക, ബർഗർ കഴിക്കും, പിസ്സ കഴിക്കും, ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കും, കോള കുടിക്കും, മദ്യം കഴിക്കും. ഇതെല്ലാം എല്ലാവരുടെ ഇടയിലും നടന്നു പോകുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറയണേ, എവിടെയെങ്കിലും നിങ്ങളൊരു ബ്രേക്ക് കൊടുത്തിട്ട്, അല്ലേ, നമ്മളൊരു കണ്ടിന്യൂസ് ഡെയിലി രാവിലെ 6 മണി മുതൽ പിറ്റേ ദിവസം 6 മണി വരെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ എന്തെങ്കിലും കുറച്ച് ദിവസം ഒന്ന് നിർത്തിയിടണമല്ലോ. എന്നിട്ട് അതിനൊന്ന് അഴിച്ച് ഒന്ന് നോക്കണ്ടേ എന്തൊക്കെയാണ് ഇതിന് വല്ല കംപ്ലൈന്റ് ഉണ്ടോ എന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും ബിസി ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും, ഞാൻ എസ്പെഷ്യലി യൂത്തിനെയാണ്, എന്താ പറയുക, യൗവന കൗമാരക്കാരെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത്. അപ്പോൾ കൗമാരവും യൗവനം എന്ന് പറയുന്നത് നമുക്ക് എന്തും പിടിക്കാവുന്ന ഒരു ഏജാണ്. പക്ഷെ പണ്ട് കാലത്ത് കഴിച്ചിരുന്ന പോലുള്ള ഭക്ഷണങ്ങളല്ല ഇപ്പോൾ. അപ്പോൾ ഒരുപാട് തരത്തിൽ മാറിക്കഴിഞ്ഞു. ഇതെല്ലാം നമ്മളുടെ, അവിടെയാണ് ഈ ഹെർബൽ അല്ലെങ്കിൽ ആയുർവേദത്തിന്റെ പ്രസക്തി. ദേശകാല ഋതു അന്തരങ്ങൾ എന്ന് പറയും ഇതിൽ. അതായത് കേരളത്തിൽ അനുയോജ്യമായ ഭക്ഷണമല്ല കാലിഫോർണിയയിൽ. തീർച്ചയായിട്ടും അവിടുത്തെ കാലാവസ്ഥയ്ക്കും അവിടുത്തെ ഇതിനനുസരിച്ച്. പക്ഷെ ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റുമോ? നമുക്ക് കാലിഫോർണിയയിൽ പോയി ജോലി ചെയ്യണമെങ്കിൽ കാലിഫോർണിയയിൽ പോയി ജോലി ചെയ്യണം, അല്ലേ? അപ്പോൾ അവിടുത്തെ ഭക്ഷണം നമ്മൾ കഴിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരം ഇത് ഫുള്ളായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള നമുക്കറിയില്ല, അല്ലേ? അപ്പം ഞാനെന്ത് പറയും, ഒരു ബ്രേക്ക് ഇടയ്ക്ക് കൊടുത്ത് ഇതിനെ ഒരു ശുദ്ധീകരിക്കാവുന്ന പ്രക്രിയകൾ നമ്മുടെ ശാസ്ത്രശാഖയിലുണ്ട്. ഇത് ഒരു ശുദ്ധീകരണ പ്രോസസ്സ് ചെയ്യാനേ ഞാൻ പറയുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുക, ഒന്ന് ശുദ്ധീകരിക്കുക. അതിന് കൃത്യമായിട്ട് പണ്ട് കാലത്ത് നമ്മളുടെ ദിനചര്യകളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യകളിൽ ഉണ്ടായിരുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് ശബരിമല നോയമ്പ് 41 ദിവസത്തെ വ്രതം എന്നാ പറയണേ. ആ വ്രതത്തിൽ ഭക്ഷണവും ജീവിത രീതിയും എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്യൂരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതോ നമ്മുടെ വൃശ്ചികമാസക്കാലമാണ് ഇവിടുത്തെ എന്താ പറയുക, മഞ്ഞുകാലം ഏറ്റവും അപ്പോൾ ശരീരം എപ്പോഴും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ടാണ് ആ സമയത്ത് മണ്ഡലം വ്രതം വരുന്നത്. ഞാൻ ഇനിയിപ്പോൾ അത് പറ്റാത്തവരാണോ, നിങ്ങളൊരു 21 ദിവസം വെച്ച് 2 പ്രാവശ്യം വർഷത്തിൽ ചെയ്യുക. നമുക്ക് 41 ദിവസം ഒന്നും ബ്രേക്ക് എടുക്കാനൊന്നും നമുക്ക് പറ്റുമൊന്നുമില്ല. നമ്മൾ അതുപോലത്തെ ബിസിനസ്സിലോ അല്ലെങ്കിൽ ജോലിയിലോ അല്ലെങ്കിൽ പഠനത്തിലോ മുഴുകിയിരിക്കുന്ന ആളാണെങ്കിൽ പറ്റിയെന്ന് വരില്ല. അപ്പം ഞാൻ പറയും, നിങ്ങളൊരു 2 പ്രാവശ്യം ആക്ക്. 21 ദിവസം 6 മാസം കൂടുമ്പോൾ ഒരു ബ്രേക്ക് എടുക്ക്. ഇനി അതും പറ്റൂലേ, ഒരു 3 മാസം കൂടുമ്പോൾ ഒരു 14 ദിവസമെങ്കിലും ബ്രേക്ക് എടുക്ക്. അപ്പോൾ വർഷത്തിൽ 4 പ്രാവശ്യം കിട്ടുമല്ലോ. ഒരു 14 ദിവസം ഒന്ന് ബ്രേക്ക് എടുത്ത് നമ്മൾ ഭക്ഷണമൊക്കെ ഒന്ന്
ഒന്ന് കണ്ടു. കാരണം ഒരു റെസ്റ്റ്, ബോഡിക്ക് ഒരു റെസ്റ്റ് കിട്ടും. ഇതെന്റെ മാത്രം ഉണ്ടോ, ഞാൻ ഇതിനൊരു ശാസ്ത്രജ്ഞന്റെ അടുത്താണ് പറയുന്നില്ല, ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഈ പഞ്ചധന്യത്തിനെ ബേസ് ചെയ്ത് ഞാൻ പറയും, കാരണം ഞാൻ എഴുതിയ ബുക്കാണ്, ഞാൻ കൊണ്ടുവന്ന കോൺസെപ്റ്റാണ്. പഞ്ചധന്യത്തിൽ ഞാൻ പറയുന്നതും അത് തന്നെയാണ്. അടുത്ത തലമുറയോടാണെങ്കിലും വീട്ടിലെ കുട്ടികൾ, നിങ്ങളൊരു 14 ദിവസം നിങ്ങളൊന്ന് ബ്രേക്ക് എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്ത്, എന്താ പറയുക, ഇപ്പം ഞങ്ങളുടെ വയറൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് ഒന്ന് നല്ലൊരു എണ്ണയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുളിച്ച് നല്ല ഒരു ഓയിൽ മസാജും കുറച്ച് കിഴിയും കുറച്ച് എന്താ പറയുക, ഞങ്ങൾ പറയില്ലേ സ്റ്റീം ബാത്തും ഒക്കെ എടുത്തൊരു 14 ദിവസം നിങ്ങളൊന്ന് നിങ്ങളുടെ ഒന്ന് റിജുവിനേറ്റ് ചെയ്യും. സുഖമുള്ള കാര്യമുള്ളൂ, അല്ലാണ്ട് നമ്മൾ ബോറടിപ്പിക്കുന്ന കാര്യമല്ലോ. തീർച്ചയായിട്ടും. അങ്ങനെ ഒരു നേരത്തെ പറഞ്ഞല്ലോ, ഒന്നിലൊരു 10 ബ്രീത്തെങ്കിലും. അതെ, ഈ 14 ദിവസം ഒരു 10 ബ്രീത്ത് വെച്ചെടുത്ത ഒരു 140 ബ്രീത്തെങ്കിലും അവിടെ നല്ല ബ്രീത്ത് ഇല്ലല്ലോ. ശരീരത്തിനോട് അത്രയെങ്കിലും നമ്മളൊരു ഇത് ചെയ്യാം. അതെ, അത്രയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനോട് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. എനിക്ക് ഇപ്പൊ സാറ് പറഞ്ഞു വരുമ്പോ നമ്മള് ഇപ്പൊ നമ്മുടെ കാരണന്മാരൊക്കെ പറയുന്നത്, പണ്ട് കാലത്ത് പച്ചമരുന്ന് എന്ന് പറഞ്ഞ ഒരു രോഗത്തെ വേരോടെ പിഴുതെടുക്കുന്ന പറയാ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അതിന്റെ അഡ്വാൻസ്ഡ് ആയി. ഇപ്പൊ പറഞ്ഞു വെച്ച് നോക്കുമ്പോ പണ്ടത്തെക്കാട്ടിയും അഡ്വാൻസ്ഡ് ആയി. നമ്മൾ ഒരിക്കലും അതിന്റെ ഒരു ആ ക്വാളിറ്റി നഷ്ടപ്പെടുകയല്ല ചെയ്തത്, അത് കൂടുതലായി. നമ്മൾ ഈ ആധുനിക സാങ്കേതിക വിദ്യകളെ അതിനുവേണ്ടി ഉപയോഗിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അല്ല, ശ്രീനാഥ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. ഇപ്പൊ ഇത്രയും പച്ചമരുന്നുകൾ ഇവിടെ അവൈലബിൾ ആണോ? ആ ഒരു ചോദ്യം നേരത്തെ ചോദിച്ചു. ഞാൻ വെച്ചാൽ തീർച്ചയായിട്ടും അവൈലബിൾ ആണ്. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓൺ ഫാംസ് ഉണ്ട്. നമുക്ക് തന്നെ ഉണ്ട് ഫാംസ്. ഞങ്ങൾക്ക് പാലക്കാടും അവിടെയൊക്കെ നമ്മുടെ കാരണന്മാരെ തന്നെ പണ്ട് മേടിച്ചിട്ടിരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഞങ്ങൾക്ക് ആവശ്യമായ മരുന്നുകൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇനി ഇതല്ലെങ്കിലും ഇതിന് വേണ്ട, ഇപ്പൊ എക്സാമ്പിൾ ആയുഷ് മന്ത്രാലയം പോലുള്ള മിനിസ്ട്രികളെല്ലാം ഇതിനു വേണ്ടി നല്ല സപ്പോർട്ടുകളും സബ്സിഡികളും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇതിന്റെ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി ഒരുപാട് സബ്സിഡികളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം ഒരുപാട് പേര് ഇപ്പൊ ഈ കൃഷിയിലേക്ക് വരുന്നുണ്ട്. അത് നല്ലൊരു സപ്പോർട്ടാണ്. അതില്ലെങ്കിൽ നമുക്ക് ആവശ്യമായ മരുന്നുകളെല്ലാം ഇന്ന് അവൈലബിൾ ആണ്. പിന്നെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ എല്ലാ വിദേശ രാജ്യങ്ങളിലേക്കും നമ്മുടെ ഈ മരുന്നുകൾ ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് നമുക്കത് പറ്റുന്നില്ല. കാരണം പല രാജ്യങ്ങളുടെയും അവിടുത്തെ ഇമ്പോർട്ട് ലൈസൻസ് റെഗുലേഷൻസ് ഇതുമായിട്ട് മാച്ച് ആവുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മരുന്നിന് അന്താരാഷ്ട്ര നിലവാരം ഉറപ്പുവരുത്തണം. അപ്പം അതിന് എന്താ പറയുക, യൂറോപ്പിലും US-ലും ഒക്കെ ഉള്ള ലാബുകളായിട്ട് ഞങ്ങളിപ്പോൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനാണ് ഇപ്പോൾ ഓൾറെഡി 10 മെഡിസിൻ ഞങ്ങൾക്ക് ഇനീഷ്യൽ അപ്രൂവലും കിട്ടിക്കഴിഞ്ഞു. 10 മെഡിസിൻ ഞങ്ങളിപ്പോൾ കൊടുത്തുകൊണ്ട് ഇനീഷ്യൽ അപ്രൂവലായി. അവർ നമുക്ക് മാനുഫാക്ചറിങ്ങിന് അസോസിയേറ്റ് ചെയ്യാനൊക്കെ അവർ റെഡിയാണ്, തയ്യാറാണ്. അപ്പം അതായത് നമ്മുടെ നാട്ടിലെ മൊത്തം മരുന്നുകൾ, പച്ചമരുന്നുകൾക്കല്ല, നമ്മുടെ ഈ ബ്രാൻഡിന് നമുക്ക് അനുമതി കിട്ടും. അല്ലാതെ ഓരോ കമ്പനികളും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ അറിവിൽ തന്നെ നമ്മുടെ കേരളത്തിലെ 2-3 ലീഡിങ് കമ്പനികളുടെ മരുന്നുകളൊക്കെ യൂറോപ്പിൽ ലൈസൻസ് ഉള്ള കമ്പനികളൊക്കെ ഉണ്ട്. എല്ലാ മരുന്നിനും അല്ല, ചില മരുന്നുകൾ. 2-3 കമ്പനികളുടെ മരുന്നുകൾ ഗൾഫിലൊക്കെ അവർക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ദുബായ് മുനിസിപ്പാലിറ്റി അപ്രൂവൽ കൊടുത്ത 2-3 കമ്പനികൾ എനിക്കറിയാം. അതുപോലെ സ്വിറ്റ്സർലാൻഡിൽ അപ്രൂവൽ കിട്ടിയ, അത് ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ മെഡിസിൻ എന്നുള്ള ലെവലിലും ഇപ്പൊ ന്യൂട്രാസ്യൂട്ടിക്കൽസ്, അതായത് ആ ഒരു ഹെർബൽ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഒരു ഹെർബൽ ഫുഡ് സപ്ലിമെന്റ് എന്നുള്ള ലെവലിലൊക്കെ. കാരണം ഇത് മനുഷ്യൻ കഴിച്ചാൽ മനുഷ്യന് ഹാംഫുൾ അല്ല എന്നുള്ളത് ആദ്യം തെളിയിക്കണമല്ലോ. തീർച്ചയായിട്ടും. കാരണം അതാണ് ഇപ്പോൾ ഭയങ്കര പ്രചാരണം നടന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അത് ആൾക്കാരിനെ ഭരിച്ചു വെച്ച് വിനിയാ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ തുളസി ഇല കഴിച്ചാൽ ചുമ മാറുന്നും പറഞ്ഞുകൊണ്ട് ഡെയിലി 10 തുളസി ഇല വെച്ച് കഴിച്ചാൽ ആൾക്ക് ഭയങ്കര ഡാമേജാ അത്. അതുപോലെ തന്നെ പച്ചമഞ്ഞൾ കഴിച്ചാൽ ഭയങ്കര ഇമ്മ്യൂണിറ്റി പവർ വരുന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ഒരു പച്ചമഞ്ഞളാണ് കഴിച്ചോണ്ടിരിക്കുക. പക്ഷെ മഞ്ഞൾ കഴിക്കേണ്ട രീതി പരമ്പരാഗതമായിട്ട് നമ്മുടെ കാരണന്മാർ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മഞ്ഞൾ പുഴുങ്ങി ഉണക്കി പൊടിച്ച് ഒരു ചെരുവം കറിയിൽ എത്ര ഇടണേ, 1/2 ടീസ്പൂൺ. അതിന് വരെ നമ്മൾ ഡെയിലി രാവിലെ ഒരു മഞ്ഞളെടുത്ത് കഴിക്കുകയാണെങ്കിലോ അത് നമ്മുടെ ശരീരം താങ്ങൂല. ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ യൂട്യൂബിൽ ഓരോ ട്യൂട്ടോറിയൽ വരും, ഇഞ്ചി രാവിലെ ഓരോ കഷ്ണം കഴിക്കുന്നത് ഇതിന് നല്ലതാണ്. ഇത് കണ്ടിട്ട് കുറെ ആൾക്കാർ അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു മണ്ടത്തരം. ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം ഇത് പച്ചമരുന്നുകൾ എന്നുള്ള ഉപയോഗമാണ് പ്രശ്നം. എല്ലാ ഹെർബ്സിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പം ഇഞ്ചി ഓരോ കഷ്ണം കഴിക്കാൻ പറയണം. അതിന് പകരം നമ്മൾ എന്താ ചെയ്യണേ, ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞോ ഉണക്കി പൊടിച്ച് നമ്മൾ എടുത്ത് വെക്കണം. ഡെയിലി നമ്മളൊരു കട്ടൻ ചായ കുടിക്കുമ്പോൾ ഒരു ലേശം ഇടണം. അത്രയും പ്രശ്നമില്ല.
എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ ഒരു ഇഞ്ചി അങ്ങനെ തന്നെ കടിച്ചു വെച്ചാൽ പ്രശ്നമില്ലാത്തവരുണ്ടാവും. പക്ഷെ ഭയങ്കര അസിഡിറ്റി അല്ലെങ്കിൽ പൈൽസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അവർ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കും അത്. അപ്പൊ എല്ലാവർക്കും എല്ലാം സൂട്ടബിൾ അല്ല. അതിനാണ് ശാസ്ത്രശാഖയുടെ അടിസ്ഥാനം. ഇപ്പൊ ഒരു ഹെർബൽ മെഡിസിൻ കഴിക്കുമ്പോൾ ആള് വെറുതെ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുകയല്ല, അത് നമ്മുടെ ഡോക്ടർമാരായിട്ട് കൺസൾട്ട് ചെയ്യും. അപ്പോൾ ആൾക്ക് എന്തൊക്കെയാണ് പ്രശ്നമുള്ളതെന്നും ആളുടെ മെറ്റബോളിസവും ആളുടെ ഫിസിക്കൽ കണ്ടീഷനും അവർ മനസ്സിലാക്കിയിട്ട് ആളുടെ ഹിസ്റ്ററി അല്ലേ, ഇപ്പോൾ വേറെ പല അസുഖങ്ങളുള്ളവരുണ്ടാവാം. നമ്മുടെ അടുത്ത് വരുന്ന ഒരു അസുഖത്തിനായിരിക്കില്ലല്ലോ ആൾക്ക് വേറെ പല അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കണവരുണ്ടാവും. ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഡയബറ്റീസ് ചികിത്സയ്ക്ക് വരുന്ന ആളുകൾ, ഓക്കെ, നമുക്ക് പ്രമേഹത്തിന് നമ്മുടെ കയ്യിൽ നല്ല മരുന്നുകളുണ്ട്. അതിന് വരുന്ന ആളുകൾ ഇപ്പോൾ ഡോക്ടർമാരായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന രീതിയും നമ്മൾ അവലംബിച്ച് പോകുന്ന രീതിയും ഡോക്ടർമാരെന്ത് ചെയ്യും, ആദ്യം ആ മെഡിസിൻ നിർത്താൻ പറയില്ല, നമ്മുടെ മെഡിസിൻ ആദ്യം കഴിക്കും. എന്നിട്ട് ആ മെഡിസിനും നമ്മളുടെ മെഡിസിനും കൂടി ഒരുമിച്ച് പോയിട്ട് കൺട്രോൾ ചെയ്തിട്ടാണ് സാധാരണ പതുക്കെ. ആ ഡോക്ടർമാർക്ക് അറിയാം അതെങ്ങനെ കൺട്രോൾ ചെയ്യണം. ഒറ്റയടിക്ക് നിർത്തി ഇത് കഴിക്കാൻ പറയില്ല, അങ്ങനെ ഒരിക്കലും പറയാറില്ല, മനസ്സിലാക്കിയിട്ടാണ് നമ്മളെല്ലാം. അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. അതായത് ആ ശാസ്ത്രശാഖകളെല്ലാം നല്ലത് തന്നെയാണ്, പക്ഷെ ഹെർബൽ മെഡിസിൻസിനെ ഉപയോഗിക്കുമ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങളും കൃത്യമായ മോണിറ്ററിങ്ങും ഇല്ലെങ്കിൽ പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം അത് പ്രശ്നത്തിലേക്ക് വഴിതെളിക്കാം. അപ്പോൾ അതെന്ത് പറ്റും, അതെല്ലാവർക്കും ചീത്തപ്പേരുണ്ടാക്കും. അപ്പം ഞാൻ എല്ലാവരോടും പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ കാടടച്ച ഒരു മരുന്ന് കഴിക്കാൻ പറയില്ലേ എല്ലാവരോടും. ശരിക്ക് നമ്മളുടെ നാട്ടിൽ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ആയുർവേദം ആയിക്കോട്ടെ, ഹോമിയോ ആയിക്കോട്ടെ, ഏത് ശാസ്ത്രശാഖ ആയിക്കോട്ടെ, ഒരു ചികിത്സാ സമ്പ്രദായം എന്ന് പറയണത് പണ്ട് മുതൽ നമ്മൾ ഹിസ്റ്ററിയിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ അത് വ്യക്തിപരമായിരുന്നു, പേഴ്സണലൈസ്ഡ് ആയിരുന്നു അല്ലയോ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. അതായത് ഒരാൾക്കൊരു അസുഖം വന്നാൽ ഒരു വൈദ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ നമ്മുടെ വീട്ടിൽ വന്ന് ആളെ കണ്ട് ആൾക്ക് എന്താണ് പ്രശ്നം. ഇപ്പം പണ്ടത്തെ കാലത്താണെങ്കിൽ രാജകൊട്ടാരം അല്ലെങ്കിൽ ഒരു ഗ്രാമം ഒക്കെ എടുക്കുകയാണെങ്കിൽ ആ വൈദ്യൻ അവിടെ വന്ന് അസുഖമുള്ള ആളെ കണ്ട് മനസ്സിലാക്കി പഠിച്ച് ആൾക്ക് വേണ്ട മരുന്നുകൾ മൂപ്പര് എന്നെ കൊണ്ടുപോയി റെഡിയാക്കിക്കൊണ്ടിരും. നമ്മൾ പരമ്പരാഗത രീതി പറയണേ. അത് ഇന്നിവിടെ നടക്കുന്നില്ല. ഏത് ഇങ്ങനെ എഴുതി വിടാണ്. അത് ആയുർവേദം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹോമിയോ ആയിക്കോട്ടെ, എല്ലാവരും വെറുതെ മരുന്ന് എഴുതി വിടണം. അപ്പം എന്ത് പറ്റും, റിസൾട്ട് ഇല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ സൈഡ് എഫക്റ്റ്. അപ്പോൾ ഓരോരുത്തർക്കും ഉതകുന്ന രീതിയിൽ അവരുടെ കറക്റ്റ് സ്ട്രക്ചർ മനസ്സിലാക്കി, അവരുടെ ഹിസ്റ്ററി ഡാറ്റ മനസ്സിലാക്കി, അവരെ കൃത്യമായിട്ട് പഠിച്ച് അവർക്ക് ഏത് മരുന്നാണ് ആപ്റ്റ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് കൊടുക്കുമ്പോൾ ആ ആൾക്ക് റിസൾട്ട് വരും. തീർച്ചയായിട്ടും ആ ആളുടെ മരുന്ന് ആളുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കാൻ നമ്മൾ പറയില്ല, ആ ആള് കഴിക്കുക. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് ഇനി എല്ലാ ലോകവും പോകണം. തീർച്ചയായിട്ടും ഈ പറഞ്ഞ എല്ലാ ശാസ്ത്രശാഖകളും അതിലേക്ക് എന്നെ തിരിച്ചു പോകും. കാരണം എന്നാലേ നിലനിൽപ്പുള്ളൂ എല്ലാവർക്കും. അത് തന്നെയല്ലേ ഇപ്പം ഞാൻ വിളിപ്പോൾ ശ്രീനാഥനാണെങ്കിലും ഒരു ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ എനിക്ക് നല്ല ചികിത്സ കിട്ടണം എന്ന് ആഗ്രഹിച്ചെല്ലാം വിളിച്ചല്ലേ, ഏത് ശാസ്ത്രശാഖ ആയിക്കോട്ടെ. അപ്പോൾ അതിലേക്ക് തന്നെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മളും അതിലേക്ക് തന്നെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും. ഒരൊറ്റ കാര്യം, ഇപ്പം നമ്മൾ ഈ എന്താ പറയുക, പ്രകൃതി ചികിത്സ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ നേരത്തെ കഴിച്ച് ഉറപ്പിക്കാനുള്ള അങ്ങനത്തെ മെഡിസിൻസ് നമ്മുടെ ഉണ്ട്. തീർച്ചയായിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രെഡിക്റ്റീവ്, പ്രിവെൻറ്റീവ്, പേഴ്സണലൈസ്ഡ്. അതിൽ നടുക്കത്തെടുക്കാം നമുക്ക് പ്രിവെൻറ്റീവ്. ഓക്കെ, ആ പ്രിവെൻറ്റീവ് മെഡിസിൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു 3 മാസം കൊടുക്കുക. അത് കഴിക്കണം, എനിക്കൊന്ന് ഡീടോക്സ് ചെയ്യണം, എനിക്ക് എൻ്റെ ശരീരം ഒന്ന് മൊത്തം എനിക്ക് കുറച്ച് അസിഡിറ്റി ഉണ്ട്, കുറച്ച് കുടിച്ചുകാട്ടലുണ്ട്, മൊത്തത്തിൽ പ്രശ്നമുണ്ട്. ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത്തിരി കൊളസ്ട്രോൾ കൂടുതലാണ്, ടെസ്റ്റ് ചെയ്തപ്പോൾ ലിവറിന് ചെറിയൊരു ഫാറ്റി ലിവർ ഗ്രേഡ് 2 ആണ്. ഇതെല്ലാം ചെയ്താനറിയാം. പക്ഷേ ഞാൻ ആ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രേക്ക് എടുക്കണം. എന്നിട്ട് നമ്മുടെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഹെർബലി ടച്ചിൻ്റെ ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്താൽ മതി. അവർ നിങ്ങളെ കൃത്യമായിട്ട് അഡ്വൈസ് ചെയ്യും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുതലുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ കൊളസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ ഒരു കഷായമുണ്ട്. കഷായം കഴിക്കാൻ വില്യങ്ങളുള്ള ആളാണെങ്കിൽ കഷായം കഴിക്കാം. അതിനൊപ്പം തന്നെ ഒബാക്ക് എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ട്. ഇതുകൂടാതെ ലിവറിനെയും കൂടി പ്യൂരിഫൈ ചെയ്ത്, അപ്പോൾ അതിനൊരു കോമ്പിനേഷൻ ഉണ്ട്. അത് ഡോക്ടർമാർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ശ്രീനാഥിൻ്റെ വയസ്സും ആരോഗ്യവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ശ്രീനാഥിന് ഇപ്പോൾ ഉള്ള എന്താ പറയുക, നമുക്ക് എപ്പോഴും ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോഴാണ് അയ്യോ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണം എന്താ, ഒരു ലാബ് ടെസ്റ്റ്. ഇന്നത്തെ ഏറ്റവും നല്ല ടെക്നോളജിയിൽ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും, നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ സംഭവം ഉണ്ടെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നേരെ
നമ്മുടെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, ആ ടെസ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഡോക്ടറെ ആദ്യം കൺസൾട്ട് ചെയ്യുക, ഡോക്ടർ പറയുന്ന ടെസ്റ്റുകൾ ചെയ്യാം. അതല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് അല്ലേ. നമ്മൾ ലാബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ടെസ്റ്റ് അവർക്ക് തന്നെ അറിയാം. ലാബിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പാക്കേജ് പറയുന്നത് നിങ്ങൾക്ക് ബേസിക് ടെസ്റ്റുകൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ. അപ്പം അതിനിപ്പോൾ നമ്മൾ വേറെ സപ്പോർട്ട് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആവശ്യമുണ്ടെങ്കിൽ അതും കിട്ടും. ആ ലാബിൽ ടെസ്റ്റ് ചെയ്യുക, നമ്മുടെ ഡോക്ടർക്ക് അയച്ചു കൊടുക്കുക, നമ്മുടെ ഫാർമസിസ്റ്റിനെ അയച്ചു കൊടുക്കുക, നമ്മുടെ ഒരു ഡോക്ടറായിട്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ നടത്തുക. അവർ നിങ്ങൾക്ക് ആവശ്യമായ കൃത്യമായ ഗൈഡൻസും ഒരു ആദ്യം 14 അല്ലെങ്കിൽ 21 ദിവസത്തേക്കുള്ള ഒരു കോമ്പിനേഷൻ മെഡിസിനും തരും. ഓ ഓക്കെ ഓക്കെ. ഒരു 90% അതിലൂടെ നിങ്ങൾക്ക് ക്യൂറാവും. അപ്പോൾ അടുത്ത അസുഖത്തിലേക്ക് പോവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ തന്നെ മാറിക്കിട്ടും. അപ്പം ഞാനിപ്പോഴും പറയുന്നത് ഒരു 3 മാസം കൂടുമ്പോൾ നിങ്ങളൊരു ഒരു ഡീടോക്സ് ഒന്ന് കുറച്ച് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പുറത്തു പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു അസുഖമാണ് പൈൽസ്. ഇപ്പോഴത്തെ പല ചെറുപ്പക്കാരിലും കണ്ടുവരുന്നൊരു അസുഖമാണ്. അത് പുറത്തു പറയാൻ എന്തൊക്കെ വന്നാലും ഒരു മടിയാണ്. ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെയോ നഴ്സിനോട് കാണാൻ വരെ ചമ്മല എല്ലാവർക്കും. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് കിടക്കുന്നതാണ്. ഇതിന് നമുക്ക് മരുന്നുണ്ടോ? ഇതിന് ശരിക്ക് ക്ഷാരസൂത്ര എന്നാണ് ആയുർവേദത്തിൽ ഇതിനുള്ള ചികിത്സ. ഏത് സർജറി, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയാം. ഇത് വളരെ തുടക്കത്തിലെ തന്നെ അറിഞ്ഞാൽ സിമ്പിളായിട്ട് മരുന്ന് വഴി ചികിത്സിച്ച് മാറ്റാവുന്ന അസുഖം. ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഈ തുടക്കത്തിൽ അറിയാന്ന് ബ്ലഡ് പോയതിനു ശേഷമല്ലേ നമ്മൾ അല്ല ബ്ലഡ് പോകുന്നതൊക്കെ ഇതിന്റെ അടുത്ത സ്റ്റേജാണ്. കാരണം അതിനു മുമ്പ് തന്നെ നമ്മുടെ മോഷൻ, നമുക്ക് ശരിക്കും ഒരാൾക്ക് വിസർജനം നമ്മൾ അതിന് പറയണേ. അതായത് നമ്മളൊരു ദിവസം നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ശരിക്കും നമുക്ക് കൃത്യമായിട്ട് ഒരു സിമ്പിൾ കിട്ടും ഇതിന്. കാരണം ചെറിയ ചെറിയ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ ആദ്യം വരിക്കും പോകും, ഇനി ഇന്നലെ കഴിച്ച ഫുഡിൻ്റെ ആയിരിക്കും. അത് സ്ഥിരമാണെങ്കിൽ നമ്മൾ മോണിറ്റർ ചെയ്യുക. ഇത് ആദ്യത്തെ സ്റ്റേജിലൊന്നും ബ്ലഡൊന്നും വരില്ല ഈ സംഭവത്തിൽ. ഭൂരിഭാഗം ആൾക്കാർക്കും വരില്ല. എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് ഇതുള്ളിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ എനിക്കറിയില്ല. പക്ഷെ സാധാരണഗതിയിൽ ഇതിന് എപ്പോഴും ഒരു സിംറ്റംസ് വരും. ആ സിംറ്റംസ് വരുമ്പോൾ തന്നെ എന്താ പറയുക, നല്ല ലേഹ്യങ്ങളും നല്ല കഷായങ്ങളും നല്ല ഘൃതങ്ങളൊക്കെ അവൈലബിളാണ്. നമ്മുടേന്നല്ല, മൊത്തം ശാസ്ത്രത്തിൽ അവൈലബിളാ. അപ്പൊ നമ്മളതിന് കൃത്യമായിട്ട് നമുക്കതിന് സ്പെഷ്യലൈസ്ഡ് ആൾക്കാരുണ്ട്. സർജറി MS കഴിഞ്ഞ ഡോക്ടർമാരുണ്ട്. അതുകൂടാതെ ക്ഷാരസൂത്രയിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാർ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ അതിന് വേണ്ടി ഒരു ദിവസം തന്നെ മാറ്റി വെച്ചിട്ടുണ്ടേ. ഞങ്ങളുടെ ഹെർബലി ടച്ചിൽ വെള്ളിയാഴ്ച ദിവസം ഇതിനു വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡോക്ടർമാരെ എല്ലാവരും അവൈലബിൾ ആക്കണം. കാരണം അത്രയ്ക്ക് കേസുകളുണ്ട് ഇപ്പോൾ ശരിക്കും. അപ്പൊ ഈ പൈൽസ്, ഫിസ്റ്റുല, ഇതൊക്കെ നല്ല ചികിത്സ ആയുർവേദത്തിലും ഹെർബലിലും അവൈലബിൾ ആണ്. അത് സർജറി വേണമെങ്കിൽ തന്നെ ഒറ്റ ദിവസത്തെ ചികിത്സയുള്ളൂ. അതും അവൈലബിൾ ആണ്. നമ്മുടെ ഇതിൽ സർജറി ഉണ്ട്. MS കഴിഞ്ഞ ഡോക്ടർമാരുണ്ട് ആയുർവേദത്തിൽ. BAMS കഴിഞ്ഞ MS കഴിഞ്ഞ ഡോക്ടർമാർ അവൈലബിൾ ആണ്. അവര് ചെയ്യുന്നുണ്ട് ഇത്. നമുക്കപ്പോ ഇങ്ങനൊരു ഓപ്ഷൻ നമുക്ക് കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. നമ്മളിപ്പോ അതുകൊണ്ടാണ് നമ്മളിപ്പോ നമ്മുടെ കൊയിലാണ്ടിയിലും പയ്യന്നൂരും ചെങ്ങന്നൂരും ഒക്കെ നമ്മുടെ ക്ലിനിക്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അവിടെ എല്ലായിടത്തും സർജന്മാരും അവൈലബിൾ ആണ്. എല്ലാ ദിവസവും അല്ല, കറക്റ്റ് അവിടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സർജന്മാരെന്നാ ഉള്ളത് എന്നുള്ളത് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന പലർക്കുള്ള ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, ന്യൂ ജൻ ഒരു പ്രവണതയാണ് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം അങ്ങിരിക്കുക. ചിലപ്പോൾ ഫോണും നോക്കിയിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഇതൊരു ശീലമായി അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇത് പലരും പല ട്രോളായിട്ടും സിനിമയിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഇടയിൽ ഒരു ഭാഗമായി സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. അത് തെറ്റാണോ ശരിയാണോ? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാനതിനെ മുഴുവനായിട്ട് തെറ്റാന്ന് പറയില്ല. കാരണം എന്താണെന്നറിയോ, ഇന്നത്തെ ലോകത്തില് പ്രൈവസി എന്ന് പറഞ്ഞ സംഭവം ഇല്ലാണ്ടായി വരിക. അല്ലേ? അതിപ്പോ നന്മ തിന്മ എന്നൊക്കെ തീരുമാനിക്കണം ഓരോരുത്തരുടെ കർമ്മത്തിന്റെ ഫലമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പൊ ബാത്റൂമിൽ പോകുമ്പോഴാണ് ഒരാൾക്ക് കുറച്ച് സ്വസ്ഥമായിട്ട് സമയം കിട്ടണമെങ്കിൽ ഇപ്പൊ ആ സമയത്ത് തന്നെ ചിലപ്പോൾ ലാപ്ടോപ്പും കൊണ്ട് മൊബൈലിൽ പോണ ഫ്രണ്ട്സിനെ, ലാപ്ടോപ്പും കൊണ്ട് ടോയ്ലറ്റിൽ പോണ ഫ്രണ്ട്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളിവിടെ. കാരണം അവർക്ക് ഒന്ന് ഈ സ്വസ്ഥത, സമാധാനം എന്ന് പറഞ്ഞാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ പ്രശ്നം. ഇതാരാ ഉണ്ടാക്കണ്ടേ? നമ്മൾ തന്നെയാണ്. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് ഏറ്റവും നല്ല ആരാ കണ്ടുപിടിക്കണം എന്ന് ഞാൻ പറയട്ടെ, യൂറോപ്യൻസിനെ കണ്ടുപിടിക്കും. എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയാം. എത്ര ബിസി ലൈഫിൽ പോണ ആളായിക്കോട്ടെ, ഹി ഹിംസെൽഫ് ഫൈൻഡ് ഔട്ട് പേഴ്സണൽ ടൈം. ഇനി ഒന്നുകൂടി പറഞ്ഞ് ഇപ്പോഴത്തെ ജനറേഷനിൽ പറഞ്ഞ മീ ടൈം. അതാണല്ലോ ഇപ്പൊ പറഞ്ഞത്, എനിക്കൊരു കുറച്ച് മീ ടൈം. അപ്പൊ അത് നമ്മൾ കണ്ടെത്തണം എല്ലാവരും. എന്നിട്ട് അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങളുടെ ഒരു പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ചിലർക്ക് ചെടി നടാനായിരിക്കാം, ചിലർക്ക് ജിമ്മിൽ പോകാനായിരിക്കാം, ചിലപ്പോൾ മൂവി വാച്ച് ചെയ്യാനായിരിക്കാം, ചിലർക്ക് കുക്ക് ചെയ്യാനായിരിക്കാം. അതെന്താണോ നമ്മളുടെ ഹോബി, ആ ഒരു ഹോബി ഡെവലപ്പ് ചെയ്യണം.
നമ്മൾ നമ്മുടെ ഒരു ഹോബി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പം എന്തായി നമുക്ക് കുറച്ച് ഹാപ്പി ആവും നമ്മൾ, അല്ലേ? ആ ഹാപ്പി ടൈം നമ്മൾ ഒരു ദിവസത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടൈം കണ്ടെത്തുക. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ എല്ലാ സ്ട്രെസ്സും നമുക്ക് റിലീവ് ചെയ്യാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് നമ്മുടെ മെഡിസിൻ്റെ കാര്യം കൂടി ചോദിക്കാൻ വേണ്ട. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫോളോ അപ്പ് മെഡിസിൻ മേടിക്കാൻ അവർ ഇങ്ങോട്ട് തന്നെ വരേണ്ടതായിട്ടുണ്ടോ? നമുക്ക് ഓൺലൈനിൽ അയക്കാനുള്ള അവസരമുണ്ടോ? നമുക്ക് കൃത്യമായിട്ട് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. ഒരാൾ നമ്മുടെ അവിടെ മെഡിസിൻ വാങ്ങുകയോ കൺസൾട്ട് ചെയ്യുകയോ രണ്ടും ഉണ്ട്. ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡയറക്റ്റ് കൺസൾട്ടേഷൻ ഉണ്ട്. ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഫയൽ കൃത്യമായിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ റെഡിയാണ്. ഓക്കെ, ഇവർക്ക് ഏത് സമയത്ത് മരുന്ന് വേണമെങ്കിലും നമ്മുടെ അവിടെ നിന്ന് അവർക്ക് അയച്ചു കൊടുത്ത് അവരുടെ വീട്ടിൽ എത്തിക്കാനുള്ള സംവിധാനമുണ്ട്. നമ്മളതിന് അഭിമാനത്തോടെ ഞാൻ പറയുകയാണ്, അതും എനിക്കതിന് ഒരുപാട് അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിൽ നമ്പർ 1. അതായത് ഞങ്ങളുടെ ബിസിനസ്സിൽ ഞങ്ങളുടെ വിജയത്തിന്റെ വളരെ അഭിമാനകരമായിട്ട് ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയാണ്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നിലയിൽ എത്തൂല എന്ന് പറയാൻ പറയും. കാരണം അതുപോലെ എന്താ പറയുക, 500 പേർക്കോ 1000 പേർക്കോ മരുന്ന് എത്തിക്കണമെങ്കിലും അവിടെ എസ്പെഷ്യലി ഞങ്ങൾ ഡീൽ ചെയ്യുന്ന ആലുവ പോസ്റ്റ് ഓഫീസായിട്ടാണ്. അപ്പോൾ പോസ്റ്റൽ സൂപ്രണ്ട് ആണെങ്കിലും അവിടുത്തെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന 2-3 നല്ല എന്താ പറയുക അവരുടെ ഓഫീസേഴ്സ് ഉണ്ട്. അവരെല്ലാവരും വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ഡാമേജ് പറ്റാതെ മെഡിസിൻ ഓരോരുത്തരുടെ വീട്ടിലെത്തിക്കുന്നത് നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ ഭാരതത്തിന്റെ സ്വന്തം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്. എന്താ പറയുക, നമ്മുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയും, മറന്ന കാര്യം. ഞങ്ങളുടെ ബിസിനസ്സിൽ ഞങ്ങളെ ഈ വിജയത്തിലേക്ക് എത്തിച്ചത് ഒരു ഘടകം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് കൂടിയാണെന്ന് അഭിമാനത്തോടെ ഞാൻ പറയാം. അടിപൊളി. അത് ആർക്കും മരുന്ന് എത്തിച്ചു കൊടുക്കാം. കാരണം പോസ്റ്റ് ഓഫീസ് ഇല്ലാത്തൊരു ഗ്രാമമില്ല ഇന്ത്യയിൽ. സത്യം. അതുകൊണ്ടാണ് ഞങ്ങൾക്കും അങ്ങനെ പലരും ആദ്യം ചിന്തിക്കുക, അങ്ങോട്ടേക്ക് കൊറിയർ സർവീസ് ഇല്ല, കൊറിയർ കമ്പനികളെ ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അതെ, അല്ല ഈ പറഞ്ഞത് കൊറിയർ സർവീസ് ഇല്ല എന്ന് പറഞ്ഞാൽ മുടക്കും. പക്ഷേ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സംഭവം പലരും മറന്നിരിക്കുക. അതെ, അത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ എല്ലാവരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്ന, ഞങ്ങളുടെ ബിസിനസ് ഇവിടെ എത്താനും ഞങ്ങളുടെ എല്ലാവരും ഞങ്ങളുടെ സ്ഥാപനം ഉടൻ വരെ എത്താനും ഒക്കെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ഒറ്റ വാക്കി പറയണെങ്കിൽ എന്താ പറയുക? നമ്മുടെ ഈ ഓൺലൈൻ കൺസൾട്ടേഷൻ വഴി നമ്മളുടെ ഡോക്ടേഴ്സ് മരുന്ന് കൊടുക്കുന്നത് പോലെ തന്നെ, കാരണം ഭൂരിഭാഗം ആളുകൾക്കും എന്താ പറയുക കൂടുതൽ സാറ്റിസ്ഫൈഡ് ആകുക ഡോക്ടറെ ഒന്ന് നേരിട്ട് കണ്ട് കൺസൾട്ടേഷനും മരുന്നുകളും ഒക്കെ അവർക്കൊന്ന് നേരിട്ട് വാങ്ങുമ്പോൾ ഹാപ്പി ആവുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് കൊയിലാണ്ടിയിൽ നമ്മളുടെ ഹെർബലി ടച്ച് ആയുർവേദ ഹോസ്പിറ്റൽ എന്ന ഹോസ്പിറ്റൽ ഉണ്ട്, കൊയിലാണ്ടിയിലുണ്ട്. അതുകൂടാതെ നമുക്ക് ചെങ്ങന്നൂരുണ്ട്, പയ്യന്നൂരുണ്ട്. ഇനി നമ്മളുടെ അതിൻ്റെ അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഞങ്ങൾ ഓരോ ഹോസ്പിറ്റൽസ് തുടങ്ങാൻ പോവുകയാണ്. അതിന്റെ ഫസ്റ്റ് പടിയായിട്ട് തന്നെ നമ്മളിപ്പോൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ മൈസൂർ കർണാടക സ്റ്റേറ്റിൽ ഇപ്പോൾ അതിന്റെ ഉടനെ തന്നെ അതിന്റെ ഫീസിബിലിറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഐദർ ബാംഗ്ലൂർ ഓർ മൈസൂർ ഞങ്ങളുടെ ഒരു ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി ഔട്ട് ഓഫ് സ്റ്റേറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ബഹ്റിനിൽ ഓൾറെഡി നമുക്ക് ഞങ്ങളുടെ ഒരു മാനേജർ ഇപ്പോൾ അവിടെ പോയി സ്റ്റേ ചെയ്യാണ്. അതിന്റെ ലൈസൻസ് പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹ്റിനിലും ഒരെണ്ണം തുടങ്ങുകയാണ് പുറത്ത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വിറ്റ്സർലാൻഡിൽ നമ്മളുമായിട്ട് മെഡിസിൻ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്. അവരും ഇങ്ങോട്ടൊരു പ്രപ്പോസൽ വെച്ചേക്കാണ് അവിടെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ. എല്ലായിടത്തും ലോകം മൊത്തം. അതെ, താങ്ക് യു വെരി മച്ച്. ഹെർബൽ മെഡിസിൻസിനെ ലോകം മുഴുവൻ എത്തിക്കുക എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതാ പ്രെഡിക്റ്റീവ്, പ്രിവെന്റീവ് ആൻഡ് പേഴ്സണലൈസ്ഡ് മെഡിസിനുകളെ ക്വാളിറ്റി അഷ്വറൻസോട് കൂടി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡോട് കൂടി എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഹെർബലി ടച്ചിന്റെ ലക്ഷ്യം. കൗമാര യൗവന കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ജീവിതശൈലി രോഗങ്ങൾ പിടിപെടാതെ ആരോഗ്യമുള്ള ഒരു തലമുറയെ ലോകമെമ്പാടും ഡെവലപ്പ് ചെയ്യുന്നതിൽ ഹെർബലി ടച്ചിന്റെ പങ്ക് വളരെ വലുതായിരിക്കും. അടിപൊളി. അങ്ങനെ തന്നെ ആവട്ടെ. ഇപ്പോൾ ഈ ആരോഗ്യം എന്ന് പറയുന്നത്, ജീവൻ എന്ന് പറയുന്നത് എൻ്റെ ആണെങ്കിലും താങ്കളുടെ ആണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും വാല്യൂ ഉള്ളതാണ്. അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ, ആരോഗ്യപരമായി നിലനിർത്തിക്കൊണ്ടുപോകാൻ ഇതേപോലത്തെ സ്ഥാപനങ്ങൾ ഒരുപാട് നമുക്ക് ആവശ്യമാണ്. എന്തായാലും ഹെർബലി ടച്ചിന് എല്ലാവിധ ആശംസകളും നേരെയാണ്. കാരണം വളരെ സന്തോഷം.
ഒരുപാട് ആളുകൾ അത് ആശ്രയിക്കട്ടെ, അവർക്ക് ഇതിനെല്ലാത്തിനും ഉത്തരം കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.